വെൽക്കം ടു ഹെയർ ട്രാൻസ് സഫാരി. യെസ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് 63 വയസ്സുള്ള ഒരാളുടെ റിസൾട്ടാണ്. പല ആൾക്ക് സംശയമുണ്ട്, ഈ 60 വയസ്സ് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമോ, അത് ചെയ്യാൻ പറ്റുമോ? ഇതൊരു വെറൈറ്റി വീഡിയോ ആണ്. കാരണം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു 60 വയസ്സുള്ള ഒരാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുക, ഒരു കാരണവശാൽ ഈ വ്യക്തിയെ കൊണ്ടുപോയി 18 വയസ്സിൻ്റെ ഹെയർലൈൻ കൊടുക്കരുത്. ഇതാണ് പല ക്ലിനിക്കുകളും ചെയ്യുന്ന മിസ്റ്റേക്ക്. നിങ്ങൾക്ക് 60 വയസ്സിൽ ഒരാളെ ഒരു 40 വയസ്സാക്കുക, അതിനേക്കാൾ താഴെ കൊണ്ടുവരരുത്. വന്നു കഴിഞ്ഞാൽ ബോറാവും. പിന്നെ 60 വയസ്സും ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യുന്നത്, ഒന്ന് നമ്മളെ ഹെഡിൽ സർക്കുലേഷൻസിൻ്റെ ഇഷ്യൂ ഉണ്ടാവും, ബ്ലഡ് ഫ്ലോ പ്രശ്നം ഉണ്ടാവും. അതേപോലെ തന്നെ ഡോണർ ഏരിയ തിന്നുണ്ടാവാം, വളരെ തിക്ക് ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ നമ്മളെ മെഡിസിൻസ് നമുക്ക് എഫക്റ്റ് ആവണമെന്നില്ല. മെഡിസിൻസ് അത്ര എഫക്റ്റ് ആവില്ല ഈ ഒരു ഏജിൽ. അതേപോലെ തന്നെ നമുക്ക് പല മെഡിക്കൽ കണ്ടീഷനും ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവാം. അപ്പോൾ എല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, മെഡിക്കലി ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ, മേജറായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ആക്ച്വലി ഇന്ന് ചെയ്യാൻ പോകുന്ന റിസൾട്ട്സ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഐ ലൈക്ഡ് ഇറ്റ് ബിക്കോസ് അത്ര ഹൈ ഡെൻസിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അദ്ദേഹത്തിൻ്റെ ഫേസിന് മാച്ച് ആവും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ബിഫോർ ഫോട്ടോ കാണിക്കാം. നോക്കിയേ, കഷണ്ടി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നിന്ന് ബാക്ക് ഹോൾ കഷണ്ടിന് ഡോണറിന് ഉണ്ട്. ഡോണർ അത്ര വലിയ ഇതല്ല, പക്ഷേ സിൽക്കി ഡോണറാണ്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം. നോക്കിയാൽ ഫ്രണ്ട് മീറ്ററിലൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ സർജറി ചെയ്തിട്ട് ഏകദേശം 1 ഇയർ ആണല്ലോ ഫുൾ റിസൾട്ട് വരുന്നത്. ഫുൾ റിസൾട്ട് വന്ന പാട് അദ്ദേഹത്തിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് സീ ദാറ്റ്. എങ്ങനെയുണ്ട് റിസൾട്ട്? ഇതതിൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഫേസിന് മാച്ചായ ഹെയർലൈനാണ്. ഹെയർലൈൻ കുറേ താഴെ ഇറക്കിയിട്ട് വൃത്തികേടാക്കിയില്ല, ഒരുപാട് മുകളിലും കൂടെ മിഡിലൊക്കെ നിലനിർത്തിയിരിക്കുകയാണ്. ആൻഡ് കാണുമ്പോൾ ഒരു ഭംഗിയായിട്ടുണ്ട്. ഇത് സ്വന്തം ഹെയർ വന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇതാണ് ട്രാൻസ്പ്ലാന്റ്. ഇങ്ങനെ ആയിരിക്കണം, അല്ലാതെ വെറുതെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ ഏജിൽ ഒരാളങ്ങ് ട്രാൻസ്പ്ലാന്റ് നോക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ രീതിയിൽ ചെയ്യാം. ഏറ്റവും ബെസ്റ്റാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് റിസൾട്ട്. ദിസ് റിസൾട്ട് നമ്പർ 15 നമ്മുടെ മൺസൂൺ സീരീസിൻ്റെ. സോ ഒരുപാട് റിസൾട്ട്സുകൾ ഇങ്ങനത്തെ വരുന്നുണ്ട്. കീപ് വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ബൈ.